ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഇന്നൊരു അരിമുറുക്കാണ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അതൊന്ന് തിളപ്പിക്കുക. ഇനി ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുക്കാം. നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി. അതിലോട്ട് ഒരു 1/4 കപ്പ് കടലമാവും ചേർക്കുക. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ മാവിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കണം. ഞാനത് പിന്നീടാണ് ചേർത്ത് കൊടുത്തത്, വീഡിയോ കിട്ടിയിട്ടില്ല. ഇനി തിളച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെയായി മാവിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. മുഴുവനും വെള്ളം ചേർക്കേണ്ടതില്ല, കുറച്ച് വെള്ളം എനിക്ക് ബാക്കിയായിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് ആദ്യം സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് ചൂടൊന്ന് ആറിയതിന് ശേഷം കൈകൊണ്ട് തൊടാൻ പാകമാകുമ്പോൾ പിന്നീട് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ അത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഉടനെ തന്നെ അരിമുറുക്കുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കുക. നമ്മുടെ സേവനാഴിയിലെ ഈ സ്റ്റാറിൻ്റെ അച്ചുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്ത് മാവ് അതിലോട്ട് ഇട്ട് ഇനി ഒന്ന് ചുറ്റിച്ചെടുക്കണം. വാഴേൻ്റെ ഇലയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒക്കെ എണ്ണ ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ശേഷം അതിൻ്റെ സ്റ്റാർട്ടിലും എൻഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മാവൊക്കെ ഞാൻ അതുപോലെ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല. അപ്പോൾ ഞാനെല്ലാം അതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് തന്നെ അതിട്ട് കൊടുക്കാം. ഒരു ഭാഗം മുരിയുമ്പോൾ അടുത്ത ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.